എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മിനി ഗ്രൈൻഡിങ് മെഷീൻ മേടിക്കണം എന്നുള്ളത്. കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ അവസാനം ഇൻഗോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഗ്രൈൻഡിങ് മെഷീൻ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തൊരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് ഡ്രിൽ ബിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഈ കുഞ്ഞു ബോക്സിനകത്ത് ഈ മെഷീനകത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് സാൻഡ് പേപ്പറും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു മെഷീൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് പിടിക്കുമ്പോഴേ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് മോശമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഷീനകത്ത് നമുക്ക് 6 ലെവലിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് തന്നെ ഇതാണ്. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചക്കൊക്കെ ഊരിയെടുക്കാനും ടൈറ്റ് ചെയ്യാനും വേണ്ടിയുള്ള സ്വിച്ചാണിത്. ഇത് പിടിച്ച് കഴിയുമ്പോൾ മെഷീൻ ലോക്ക് ആവും. നമുക്ക് അങ്ങനെ ഈ ചക്ക് ഊരിയെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന 2 ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ കാർബൺ മാറ്റാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ ഈ മെഷീനോട് തന്നെ കാർബണും എക്സ്ട്രാ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു മെഷീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഡ്രിൽ ബിറ്റ് ഇതിനകത്തോട്ടിടാം. അപ്പോൾ ആദ്യം തന്നെ ഈ ലോക്ക് പ്രസ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ചക്ക് ലൂസ് ആക്കുക, എന്നിട്ട് ബിറ്റ് അതിനകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ ചക്ക് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചക്കൊന്ന് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെറിയ സ്പാനർ ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും ഡ്രിൽ ബിറ്റ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ എല്ലാ മെഷീൻ്റെ കൂട്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് എന്നിട്ട് നോക്കാം. ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഇടുന്നതിന് മുമ്പ് ഈ മുന്നിലത്തെ ഈ ഒരു സാധനം ഊരി കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ചക്കയിലോട്ട് നമുക്കൊരു കട്ടിംഗ് വീൽ ഇട്ട് കൊടുക്കാം. ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. നമുക്കിവിടെ ലോക്ക് ചെയ്താൽ ഇത് ലോക്ക് ആവത്തുള്ളൂ കേട്ടോ. മെഷീനിൽ തന്നെ ലോക്ക് ചെയ്യണം. ഈ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. തെറിച്ചു പോയി. അപ്പോൾ ഈ ടൈപ്പ് മെഷീനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് നമ്മളിതുകൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നാനോ ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ ഒരു മെഷീൻ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇതെന്നെ സംബന്ധിച്ചൊരു നല്ല മെഷീനാണ്.